ഇന്നത്തെ എപ്പിസോഡിൽ ആര്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സഹതാപത്തോടു കൂടി നോക്കുന്ന കുടുംബാംഗങ്ങളെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ആര്യനും ജിസയിലും തമ്മിലുള്ള ആ ഒരു ഗെയിമിൻ്റെ കാര്യമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ലൈവിൽ അത് വരാൻ പോകുന്നേ ഉള്ളൂ, പക്ഷേ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിലും അഭിലാഷ് എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്നത് ആര്യൻ്റെയും ജിസേലിൻ്റെയും ഗെയിമിനെ കുറിച്ചാണ്. അവൻ പെട്ടുപോയതാണ്. ഈ ലവ് ട്രാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു പ്രശ്നം. പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആണായിരിക്കും പുറത്ത് പോകുക. അവളുടെ കയ്യിൽ പെട്ടുപോയി. അവൻ എന്ത് ചെയ്യാനാ? അവൻ്റെ വിധി അവൻ എന്താ വെച്ചാൽ അനുഭവിക്കട്ടെ. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ലല്ലോ എന്ന് അഭിലാഷ് പറയുന്നു. ആര്യനും ജിസയിലും തമ്മിൽ എന്തൊക്കെയോ ഒരു ഗെയിം അവർ പ്ലാൻ ചെയ്തിരുന്നു. അത് ജിസയിലിനെ സംബന്ധിച്ച് അത് കറക്റ്റ് ട്രാക്കാണ്. എന്നാൽ ആര്യനെ സംബന്ധിച്ച് അതൊരു റോങ് ട്രാക്കിലേക്കാണ് ആൾ പോയിരിക്കുന്നത്. 50 ദിവസം കഴിഞ്ഞിട്ട് ഗെയിം ഒന്ന് മാറ്റി പിടിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം ആര്യനുണ്ടായിരുന്നു. അത് ആര്യൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്. 50 ദിവസം കഴിയുമ്പോൾ ഞാൻ ഗെയിം മാറ്റുന്നു. ഈ മാറ്റാൻ വേണ്ടി ആര്യൻ ശ്രമിച്ചിട്ട് അത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. ജിസേൽ സമ്മതിക്കുന്നില്ല. എങ്ങനെ സമ്മതിക്കും? ജിസേലിനെ കിട്ടിയ നല്ലൊരു ഗെയിമല്ലേ ആര്യൻ. അപ്പോൾ പിന്നെ ജിസേൽ സമ്മതിക്കുമോ? ജിസേലാണെങ്കിൽ പിടിവിടുന്നില്ല. ആര്യൻ പലപ്പോഴും ഒഴിഞ്ഞു പറയാനൊക്കെ നോക്കുമ്പോൾ ജിസേൽ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവരും ഇത് മനസ്സിലായിട്ടുണ്ട്. അവർ പറയാണ് അവളുടെ വലയിൽ അവൻ പെട്ടുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അവൻ പുറത്തു പോകാനാണ് സാധ്യത. ജിസേലിൻ്റെ കളിയിൽ പെട്ടുപോയെന്ന്. ലവ് ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാണ്. ഇത് എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നു. ഇത്തരം ഭാഗം മാത്രമേ ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ലൈവിൽ അത് അല്പസമയത്തിനുള്ളിൽ വരും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.